ആദ്യമായിട്ട് ഇവിടെ പരീക്ഷ എഴുതാൻ വന്ന സമയത്ത് തർക്കസംഗ്രഹ ദീപിക എന്നാണ് ആ പരീക്ഷയുടെ പേര്. ആ ഗ്രന്ഥത്തിൻ്റെ പരീക്ഷയായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് ഒരു ഗുരുവിൻ്റെ അടുത്ത് ചെന്ന് ഇരുന്ന് പരീക്ഷ എന്നുള്ളതിൻ്റെ നമുക്കതിൻ്റെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള തിയറി ഭാഗങ്ങൾ പരിചയമുണ്ടെങ്കിൽ പോലും ഇങ്ങനെയൊക്കെയാണ് അവിടെ പറയേണ്ടത് എന്നുള്ള തിയറി ഭാഗങ്ങൾ പരിചയമുണ്ടെങ്കിലും പ്രാക്ടിക്കലായിട്ട് അനുഭവത്തിൽ ആദ്യമായിട്ടാണല്ലോ, അതിൻ്റേത് കൊണ്ട് തന്നെ പേടിച്ച് കുറച്ച് കയ്യും കാലും വിറയൊക്കെ ആയിട്ട് പറയാൻ വളരെയധികം ബുദ്ധിമുട്ടി. അദ്ദേഹത്തിനും തൃപ്തിയായ പോലെ ആയില്ല. എനിക്ക് തോന്നുന്നതാണ്, എൻ്റെ ഒരു അഭിപ്രായത്തിൽ അദ്ദേഹത്തിന് തൃപ്തിയായിട്ടുണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ച് 12 വയസ്സ് 14 വയസ്സ് പ്രായമല്ലേ ഉള്ളൂ. മുകളിലിവിടെ താമസിക്കുന്നതിൻ്റെ അവിടെ ചെന്ന് ഭയങ്കരമായിട്ട് കരച്ചിൽ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. കരഞ്ഞു. അപ്പോൾ അങ്ങനെ എൻ്റെ ഗുരുനാഥനായിട്ടുള്ള ആൾ വന്ന് പറഞ്ഞു, ഒരു പരീക്ഷയാണ്, അത് നമ്മൾ ഒരു തവണ തോറ്റു കഴിഞ്ഞാൽ വീണ്ടും എഴുതാം, അതിൽ ദുഃഖിച്ചിരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മുടെ കർത്തവ്യം ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. പഠിക്കേണ്ടതായിരുന്നു, നേരെ പഠിച്ചില്ലേ, അത് പഠിച്ചില്ല എന്നുള്ളതിൻ്റെ തെറ്റാണ്. അപ്പോൾ അടുത്ത തവണ എന്ത് ചെയ്യണം, അതിനും കൂടുതൽ പഠിക്കണം. എന്താണോ പഠിച്ചില്ല എന്നുള്ളത്, ഏത് ഭാഗമാണോ വിട്ടത് അത് വീണ്ടും പഠിക്കുക, പഠിച്ചത് വരെയുള്ളത് വീണ്ടും ഓർത്തുകൊണ്ടിരിക്കുക. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഇരുന്ന് കരയുന്നത് കൊണ്ടൊരു ഉപകാരമൊന്നുമില്ല. അത്ര പേടിക്കൊന്നും വേണ്ട. ഇവിടെയുള്ള ആരും തന്നെ, ഇപ്പം ഞാൻ ഒരു പരീക്ഷകനാണ്, അതുകൊണ്ട് ഇയാൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇയാളെ എന്തെങ്കിലും ചെയ്യും, അങ്ങനെയൊന്നും ആരും ചെയ്യണമില്ല. ആരും തന്നെ ചീത്ത പറയുകയോ അല്ലെങ്കിൽ ഒരു ക്രൂശിപ്പിക്കുകയോ ഒന്നും ചെയ്യില്ല അവിടെ. അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മുടെ കർത്തവ്യം എന്താണോ അതിൽ ഫോക്കസ് ചെയ്യാനേ പാടുള്ളൂ. മറ്റുള്ളവരെങ്ങനെ പരീക്ഷിക്കുന്നോ ഇതല്ല അവിടുത്തെ വിഷയം. ആരാണ് പരീക്ഷകനായിട്ട് വരുന്നത് അതൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. പഠിച്ച് വരാൻ പറ്റുമോ, പരീക്ഷ കൊടുക്കണം. പഠിച്ചില്ലെങ്കിൽ അടുത്ത തവണ കൊടുക്കണം. പരീക്ഷ കൊടുക്കണം എന്നുള്ളതാണ് മുഖ്യമായിട്ടുള്ള ഉദ്ദേശം. അതിനുവേണ്ടി അത് പഠിക്കണം. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ പഠിക്കാനേ പാടുള്ളൂ. ആരാ പരീക്ഷയ്ക്ക് വരുന്നത്, ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്, ഇതൊന്നും അവിടെ കണക്കാക്കാൻ പാടില്ല. പഠിക്കുക എന്നുള്ളതാണല്ലോ ഉത്തരവാദിത്വം. എന്താണോ അത് ചെയ്യുക, ബാക്കി വരണയിടത്ത് വെച്ച് കാണാം. പഠിക്കാനാണെങ്കിൽ പഠിക്കുക എന്നല്ലാതെ വേറൊന്നും ആലോചിക്കരുത്. ഇങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടാണ് എന്നെ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. പാസ്സായി അതവണ, തോറ്റില്ല. അതുവരെ ഒരു പരീക്ഷ പോലും തോക്കേണ്ട ഒരവസ്ഥ വന്നിട്ടില്ല. എഴുതിയതിൽ 16 പരീക്ഷയാണ് എഴുതിയത്. ദൈവാധീനം കൊണ്ട് ഒന്നും തോക്കേണ്ടി വന്നിട്ടില്ല. ആ വാക്കുകളാണ് സത്യം പറഞ്ഞാൽ മോട്ടിവേഷനായിട്ടുള്ളത് എനിക്കൊക്കെ. കാരണം ആദ്യത്തെ തവണ വന്ന് ആ ഒരു പേടിയിൽ ഞാൻ നിർത്തിപ്പോയായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു പരീക്ഷ ഞാൻ ജീവിതത്തിൽ എഴുതില്ലായിരുന്നു. അപ്പോൾ അന്നത്തെ എൻ്റെ പേടി മാറ്റിയത് അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ തന്നെയാണ്. കാരണം ചെയ്യേണ്ട കർത്തവ്യം ചെയ്തു കഴിഞ്ഞാൽ പേടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ചെയ്യേണ്ട കർത്തവ്യം എന്താണോ അത് മര്യാദയ്ക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മളൊക്കെ തീർച്ചയായിട്ടും ചെയ്യേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞ ആ വാക്കുകളാണ് ഇപ്പോഴും മനസ്സിൽ. അങ്ങനെയാണ് പരീക്ഷ മുഴുവനായിട്ട് അവസാനിപ്പിച്ചിരുന്നത്.